ഹായ് ഹലോ കൂട്ടുകാരുടെ വീട് കാണാൻ ഒരു യാത്ര പോയതാട്ടോ. വീട്ടിൽ ചെന്ന് വീടൊന്ന് വീഡിയോ എടുക്കാമെന്ന് വെച്ച് എൻ്റെ മൊബൈൽ ക്യാമറ എടുത്ത് നോക്കിയപ്പോൾ ഗായ്സ് അതാ നിൽക്കുന്നൊരു സുന്ദരി പെൺകുട്ടി. പിന്നെ മൊത്തം ഞാൻ തന്നെ ചുറ്റിക്കറങ്ങി തിരിഞ്ഞും മറിഞ്ഞും ഞാൻ എന്നെ തന്നെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. പിന്നെ മോശമല്ലേ എന്നും കരുതി പതുക്കെ അവളുടെ വീടൊന്ന് വീഡിയോ എടുക്കാൻ കയറി. അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങൾ, ആ ടി വി ഇരിക്കുന്ന ഭാഗം, ആ സിറ്റ് ഔട്ട്, ആ കയറി വരുന്ന ഭാഗം, ഹാള്, അങ്ങനെ പിന്നെ ലൈറ്റുകളൊക്കെ എടുത്ത് ബെഡ്റൂമിലേക്ക് ഇതിങ്ങനെ പോവാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് മക്കളെ കൺട്രോൾ പോയത്. ആ മേശപ്പുറത്ത് ഫുഡ്. പിന്നെ ഭക്ഷണം തീരെ ഇഷ്ടമില്ലാത്ത നിങ്ങളുടെ ചേച്ചി ആയതുകൊണ്ട് വേറെ എവിടെയും വീഡിയോ എടുക്കാൻ പോയില്ല. ഭക്ഷണ മേശയുടെ അടുത്ത് തന്നെ നിന്ന്. പിന്നെ നേരെ ഫുഡിലേക്കായി എൻ്റെ ശ്രദ്ധ മൊത്തം. കാരണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമല്ലോ. പാവം എനിക്ക് വേണ്ടിയിട്ടൊന്നല്ല കേട്ടോ. എനിക്ക് പിന്നെ ഭക്ഷണത്തിനോട് അത്ര ആക്രാന്തം ഒന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ അതാ 3 പീക്കിരികൾ ഇപ്പുറത്തും 3 പോക്കിരികൾ അപ്പുറത്തും എത്തി ഫുഡ് വിളമ്പാൻ തുടങ്ങി. അവളെ നാത്തൂനാട്ടോ ഫുഡ് വിളമ്പണം. അവളെ നാത്തൂൻ വെച്ച ചിക്കൻ മന്തി സൂപ്പറാണ് കേട്ടോ. പക്ഷേ എൻ്റെ ക്യാമറ മൊത്തം ദാണ്ടെ ആ ഇരിക്കുന്ന ബീഫ് ബിരിയാണിയിലായിരുന്നു. കാരണം ചിക്കൻ എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും മന്തിയാണെന്ന് പറഞ്ഞാലും ബീഫിനോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. ബീഫ് മന്തി നീങ്ങുന്നതിനനുസരിച്ച് എൻ്റെ ക്യാമറയും ഞാനും കൂടെ നീങ്ങി ഗൈസ്. അങ്ങനെ മക്കൾക്കൊക്കെ അവരെല്ലാം ഫുഡ് വിളമ്പി കൊടുക്കുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു വീഡിയോയിലും എൻ്റെ മക്കളുടെ ആരുടെയും മുഖമില്ല. കാരണം എൻ്റെ ക്യാമറയും ഞാനും ഭക്ഷണത്തിലേക്ക് മാത്രമാണ് സൂം ചെയ്ത് നിൽക്കുന്നത്. ആരൊക്കെയോ ചമ്മന്തിയൊക്കെ വാരി തിന്നുന്നുണ്ട്, ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. മൊത്തം എൻ്റെ ക്യാമറ മന്തിയിലേക്ക് തന്നെയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് മക്കളൊക്കെ കഴിച്ച് ഞങ്ങൾ വലിയവർ കഴിക്കാനിരുന്നു. ചിക്കനേക്കാളും ഇഷ്ടം ബീഫാണെന്ന് എനിക്കറിയുന്ന എൻ്റെ പൊന്നു കൂട്ടുകാരത്തി ഒരു സൈഡിൽ ബീഫ് ബിരിയാണി, ഒരു സൈഡിൽ ചിക്കൻ മന്തി വിളമ്പാൻ മറന്നില്ല ഗൈസ്. അങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ നോക്കണം. പക്ഷേ എന്തും മണത്ത് നോക്കി കഴിക്കുന്നത് നിങ്ങളുടെ ചേച്ചി മണത്ത് നോക്കിയപ്പോൾ കിടുമായിരുന്നു മക്കളെ. പിന്നെ ഒരു രക്ഷയില്ലാത്ത ചിക്കൻ മന്തിയായിരുന്നു. അതേപോലെ തന്നെ ബീഫ് ബിരിയാണി സൂപ്പർ, രണ്ടും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. സൂപ്പറായിട്ട് വയറ് നിറച്ച് കഴിച്ചു. ഓക്കെ, ബൈ.